ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈദുൽ ഫിത്തറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തലേന്ന് നമ്മൾ നോമ്പ് തുറന്ന ശേഷം മെഹന്തിക്ക് ഇടുന്ന വീഡിയോസാണ് ഇതൊക്കെ. മെഹന്തി സ്റ്റിക്കർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം മെഹന്തി ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് കിടന്നു കേട്ടോ. ഇനിയിപ്പോൾ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്, അതായത് പെരുന്നാളിൻ്റെ അന്നുള്ള വിശേഷങ്ങൾ. നമ്മുടെ ഈദ്ഗാഹ് നടക്കുന്നത് 7 മണിക്കാണ്. അപ്പോൾ 7 മണിയാകുമ്പോൾ നമ്മളെ പണികളും എല്ലാം കഴിച്ചിട്ട് നമുക്ക് ഈദ്ഗാഹിന് പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെയൊക്കെ വിളിച്ചുണർത്തി അവരൊക്കെ ചായയൊക്കെ കൊടുത്തിട്ട് കുളിക്കാനും ഇതിനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് പത്തിരി കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പായസം ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ ബിരിയാണി നമ്മൾ ദമ്മിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫിൽ കുറച്ച് പണികൾ കൂടി ഉണ്ട്, അത് നമ്മൾ വന്നിട്ടാണ് കേട്ടോ, ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ, അടിച്ചു വരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കുക, കുട്ടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുസല്ലയും കൊണ്ട് ഈദ്ഗാഹിന് പോവുക, അത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ സമയം 6 മണി 5:50 55 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുക്കള മൊത്തം ക്ലീനിങ് കാര്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ ഡൈനിങ് ഹാളിൽ എത്തിയപ്പോൾ ഷാനിമോൾ അവിടെ സോഫയിൽ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് മാറ്റാനുണ്ട്. പിന്നെ ഉപ്പ കുളിക്കാൻ പോയിട്ടുണ്ട്, ഉമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്, ഹസ്ബൻഡ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. സോനമോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ മുടിയൊക്കെ കോമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ മാറ്റാൻ റെഡി ആയിരിക്കും കേട്ടോ. ഇതാട്ടോ ഓരോ ഡ്രസ്സിൻ്റെ കവർ ഓലെ അൺബോക്സ് ചെയ്തോട്ടെ, കുട്ടികളല്ലേ വലിയ ആഗ്രഹം ഉണ്ടോ. പിന്നെ ഇതാണ് ഫാൻസികളൊക്കെ കേട്ടോ. ഇത് സോനൻ്റെ മാല, ഇത് മേക്കപ്പ് ബോക്സ്, പിന്നെ ഇതിൽ കുറേ എന്താ പറയുക കളകൾ, ക്ലിപ്പുകൾ, സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇത് ഷാനിൻ്റെ കഴിച്ചേന്, ഇത് ഷാനിൻ്റെ മാല, ഇതൊക്കെ ഓലെ അൺബോക്സ് ചെയ്തോട്ടെ. അതൊക്കെ ഒരു ഊറ്റാണല്ലോ അല്ലേ. കുപ്പായിട്ടിട്ടുണ്ട്. ഇനി മൈലാഞ്ചി കാണിച്ചു തരാം കേട്ടോ. മൈലാഞ്ചി കാണിച്ചു തന്നോ സോന? 2 കൈൻ്റെ പുറം ഭാഗം കാണിച്ചോണ്ടോ. ഇതാണ്ടോ സോനൻ്റെ മൈലാഞ്ചി. ഷാനിൻ്റെ നോക്കട്ടെ, ഷാനിയെ നോക്കട്ടെ. ഷാനി കോളായിട്ടൊന്നുമില്ല. എല്ലാവരും സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം മെഹന്തി ഇട്ടത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മെഹന്തി. സോനമോള് വാളൊക്കെ ഇടുകയാണ് കേട്ടോ. ഇഷ്ടമായോ സോന? ഇങ്ങോട്ട് കാണിക്കുന്നാലേ കാണുള്ളൂ. ഇതുണ്ട് സോനൻ്റെ വള. ഇന്നറാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇത് വലിയ ലെങ്ത് ഇല്ല. ഇനിയിപ്പോൾ അതിൻ്റെ നിറവിലൊരു കോട്ടുണ്ട്. ഡ്രസ്സൊക്കെ സോനമോള് ഡ്രസ്സൊക്കെ മാറ്റില്ലേ സോന? ഇനി ഓള് മഫ്തടണം അല്ലേ? ഇവിടെ ഇരുന്നാ ക്ലിപ്പൊക്കെ കുത്തണം, മഫ്തടൊക്കെ ചെയ്യണം കേട്ടോ. സോനമോള് മാറ്റി കഴിഞ്ഞു കേട്ടോ. സോനമോള് ഇനി പള്ളിയിൽ പോകാൻ വേണ്ടിയുണ്ട്. മാറ്റലൊക്കെ കഴിഞ്ഞു. ഹായ് പറ. അങ്ങനെ നമ്മളെല്ലാവരും മാറ്റലൊക്കെ കഴിഞ്ഞ് ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ താത്തയും മക്കളും പോരുന്നുണ്ടെന്ന് പറഞ്ഞ്, താത്ത മീൻസ് മൂത്തച്ചി. അപ്പോൾ ഓലെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മയും സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാത്തപ്പോൾ ഉമ്മ ഞാൻ നടക്കുകയാണ്, നിങ്ങൾ പിന്നെ വന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയും മുന്നിൽ പോയിട്ടോ. പിന്നെ നമ്മൾ വണ്ടി കയറി ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. 6:40 ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. അപ്പോൾ റിജു ഇതാ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. റിജു വണ്ടി കയറി. ഇനിയിപ്പോൾ നമ്മൾ 7 മണിക്ക് നിസ്കാരമില്ലേ, അപ്പോൾ തന്നെ അവിടെ എത്തണമല്ലോ. അപ്പോൾ ഇതാ താത്തയും വന്നു കേട്ടോ. താത്തയും ഷാസും ഓലും വന്നു. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ നമ്മൾ ഈദ്ഗാഹിന് പോകുന്നതിൽ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പോകുന്ന വഴിക്കുന്ന റൂട്ട് മാറ്റി. അതായത് നമ്മുടെ മഹല്ലിലേക്കല്ല നമ്മൾ ഇപ്രാവശ്യം പോയത്, നമ്മൾ ടൗണിലേക്കാണ് കേട്ടോ. എടവണ്ണ ടൗണ് ഈദ്ഗാഹിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങളോളമായിട്ട് നമ്മളെ എടവണ്ണ ടൗൺ മസ്ജിദിലെ ഈദ്ഗാഹ് നടക്കൽ നമ്മുടെ സീതി ഹാജി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം അവിടെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ മഹല്ല് വിട്ടിട്ട് മറ്റൊരു മഹല്ലിലേക്ക് നിസ്കാരത്തിന് പോയതെന്ന്. പക്ഷേ നമുക്ക് പെരുന്നാൾ നമസ്കാരം എത്രയോ നാളായിട്ട് നമ്മളൊരാഗ്രഹമായിരുന്നു സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിൽ പങ്കെടുക്കണം എന്നുള്ളൊരിത്. അപ്പം ഇപ്രാവശ്യം അൽഹംദുലില്ലാ അത് സാധിച്ചു കേട്ടോ. നമ്മുടെ മഹല്ലിലും പള്ളിയിൽ വെച്ചിട്ടല്ല, ഈദ്ഗാഹിൽ തന്നെയാണ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടി ഇപ്രാവശ്യം നമ്മൾ അതായത് സ്റ്റേഡിയത്തിലേക്ക് പോയി എന്നുള്ളതൊരു സന്തോഷം അധികമായ പോലെ തോന്നി കേട്ടോ. ഏകദേശം ടൈം ഇപ്പം 6:50 ആയിട്ടുണ്ട് കേട്ടോ. 7 മണി കറക്റ്റിനാണ് നിസ്കാരം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേഡിയത്തിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റിജു ഹസ്ബൻഡ് അവരൊക്കെ ആണുങ്ങളെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഗേൾസിൻ്റെ ഭാഗത്ത് നമ്മൾ ഇനിയിപ്പോൾ മുസല്ലയൊക്കെ റെഡിയാക്കി സൊഫുകളൊക്കെ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. നിസ്കാരത്തിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. വന്നുകൊണ്ടിരിക്കുന്ന
നല്ലവരായ സത്യവിശ്വാസികളെ പോലും വലിയ പ്രാധാന്യമായിരുന്നു റമദാനിലുള്ളത്. ആ ത്യാഗവും ആ പരിശ്രമവും റമദാനിന് ശേഷം നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഫർളായ നമസ്കാരം ഇനി ഒരിക്കലും ഞാനും എന്റെ കുടുംബവും ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സജീവമായിരുന്ന റമദാൻ, ഖുർആൻ അതേ പെരുന്നാളിന് ശേഷവും നമ്മുടെ വീടുകളിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുടെ വീടായി നമ്മുടെ വീട് മാറ്റി തീർക്കുവാൻ നമ്മൾക്ക് തുടർ പരിശ്രമങ്ങൾ ഉണ്ടാകണം. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ മനസ്സും സമ്പത്തും എല്ലാം ശുദ്ധീകരിച്ചവരാണ് നമ്മൾ. അതേ മനസ്സിലേക്ക്, അതേ ജീവിതത്തിലേക്ക്, അതേ സമ്പത്തിലേക്ക് ഇനി അള്ളാഹു നിഷിദ്ധമാക്കിയ സമ്പത്തിന്റെ വഴികളോ, അള്ളാഹു നിഷിദ്ധമാക്കിയ അശ്ലീല കാഴ്ചകളോ, അള്ളാഹു നിരോധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ ആനന്ദങ്ങളോ, അവിഹിതമായ ബന്ധങ്ങളോ ഇനി ബോധപൂർവ്വം ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഈ ചെറിയ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവായി മാറുക. ഇല്ല എങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ ഹിദായത്ത് കിട്ടിയ ശേഷം, തൗഹീദ് ബോധ്യപ്പെട്ട ശേഷം, സ്വർഗത്തിന്റെ വഴി കണ്ടെത്തിയതിനു ശേഷം ബോധപൂർവ്വം ഒരാൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം നന്നാകുവാനോ തോന്നുവാനോ ഇല്ലാത്ത വിധം അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. യുവാക്കളെ, യുവതികളെ, ലോകത്ത് എവിടെ പോയാലും നമസ്കാരം ഒഴിവാക്കാത്തവരായി നമ്മൾ മാറണം. ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും ഒരു ദിവസം ഖുർആൻ പാരായണം മറക്കാത്തവരായി നമ്മൾ മാറണം. നമ്മുടെ വീടും നമ്മുടെ ശരീരവും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തന്നെ അവസാനം വരെ നമ്മൾക്കുണ്ടാകണം. അങ്ങാടികളും പരിസര പ്രദേശങ്ങളും കാത്തിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മൾക്ക് വേണ്ടിയാണ്. ഇല്ല എന്ന് പറയാനുള്ള ധീരതയാണ് റമദാനിന്റെ 30 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ തീരുമാനം. 2, നമ്മുടെ നാടുകളെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലാണ്. സഹോദരങ്ങളെ, 6ഉം 7ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിയുടെ ഭാഗമാകുന്നു എന്നതും, സ്വന്തം ജനനേന്ദ്രിയത്തിന്റെ അകത്ത് അവനവന്റെ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഒളിച്ചു കടത്തുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നതും, സ്വന്തം മക്കൾ ഉപയോഗിച്ച് അതിന്റെ ഭാഗമായി ബിസിനസ് നടത്തുന്ന മാതാപിതാക്കളുണ്ട് എന്നതും, ആരാധനാലയം വരെ, കലാലയങ്ങൾ വരെ ഇതിനു വേണ്ടി പറയാക്കുന്നു എന്നതും ഏറെ ഭീതിതമായ അവസ്ഥയാണ്. ആളുകൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് പറയുന്നത്, ഇതാ ലഹരി ഉപയോഗിക്കുന്നവൻ നാട്ടിൽ പ്രശ്നക്കാരനാണ്, അവർ കുടുംബത്തെ കൊലപാതകം ചെയ്യുന്നു, നാട്ടിൽ കലാപം ഉണ്ടാകുന്നു എന്ന്. എന്തൊരു വിരോധാഭാസമാണെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. വിശ്വാസികളെ, മനുഷ്യരെ, ലോകത്തുള്ള ഏത് പാപത്തിന്റെയും അടിസ്ഥാനം ഒരാൾ ലഹരി ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും വലിയ പാപമാണ്. കഴിയില്ല ആരെങ്കിലും പൊടിയായി, സ്റ്റിക്കറായി, കൂളായി, സിറിഞ്ചായി, പാനീയമായി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിച്ചു തുടങ്ങിയാൽ അവനവന്റെ ഉമ്മയെ, അമ്മായിയെ, മൂത്തമ്മയെ, എളാമയെ വ്യഭിചരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികളായ മനുഷ്യർ അങ്ങാടികൾ പറഞ്ഞു, ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ, ചോയ്സ് അല്ലേ, അവനവന്റെ പേഴ്സണൽ സ്പേസുകൾ എന്തിനാണ് മതം ഇടപെടുന്നത് എന്ന് ആളുകൾ അതിന് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവനവന്റെ ചോയ്സിൽ എന്തിനാണ് മതം ഇടപെടുന്നത് എന്ന്. അതേ ആളുകൾ ഇന്ന് മുദ്രാവാക്യങ്ങളുമായി അങ്ങാടികളുണ്ട്, ഫ്ലക്സ് ബോർഡുകളുമായി അങ്ങാടികളുണ്ട്, ക്യാമ്പയിനുകളുമായി അങ്ങാടികളുണ്ട് എന്നത് അൽഹംദുലില്ലാഹ് പ്രവാചകന്റെ വചനങ്ങളിലേക്ക് ലോകം തിരിച്ചു വരുന്നു എന്ന ആശാവഹമായ കാര്യമാണ്. ഒരു കാര്യം നമ്മൾക്കറിയണം, എന്താണ് പരിഹാരം? ആളുകൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് പരിഹാരം? നോക്കൂ നിങ്ങൾ, ലോകത്തിൽ ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് ലഹരി കിട്ടുന്ന സ്ഥലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, എവിടെയാണ് ഇത് കിട്ടുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണോ? പക്ഷേ ഒരു പൊടി പോയിട്ട്, ഒരു വരി പോയിട്ട്, ഏതെങ്കിലും ഒരു പാനീയം എന്തുകൊണ്ടാണ് ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ഉപയോഗിക്കാത്തത്? പട്ടാളത്തെ ഭയന്നിട്ടാണോ? പോലീസിന്റെ നിയമങ്ങളെ പേടിച്ചിട്ടാണോ? ഏതെങ്കിലും കൽത്തുറങ്ങുകളിൽ അടക്കപ്പെടുമെന്നതുകൊണ്ടാണോ? അല്ല, ആരെയും പേടിക്കുന്നില്ല. ഒരു നിയമത്തെയും ജീവിതത്തിൽ അനുസരിച്ചിട്ട്, അതിന്റെ പേരിൽ അനുസരിച്ചിട്ടല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ ഈമാനിന്റെ കരുത്ത് കൊണ്ടാണ്. ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ, അള്ളാഹുവിന്റെ പക്കൽ ഒറ്റയ്ക്ക് വരേണ്ടി വരും. എന്നിട്ടോ ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, ഒരു വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകും. അവിടെ ലഹരിയുടെ ഏതെങ്കിലും ഒരു കഷ്ടം ചങ്ങാതിമാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി പ്രായത്തിന്റെ തിളപ്പിലാണെന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ശീതീകരിച്ച റൂമിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെയോ, കല്യാണത്തിന്റെ തലേ ദിവസമോ, ഗ്രൗണ്ടിന്റെ സൈഡ് ഭാഗത്തോ, ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലോ അവനവന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അങ്ങനെ നമ്മളെ പെരുന്നാൾ നിസ്കാരം സ്പീച്ചും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ നമസ്കാരത്തിൻ്റെ വീഡിയോസാണ്. ഇതെനിക്ക് വേറെ ഒരാൾ അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നുള്ളൂ. ഫസ്റ്റ് നമ്മളെ നമസ്കാരമാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഖുതുബ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പ്രതിജ്ഞ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ KNMൻ്റെ എല്ലാ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും ഇപ്രാവശ്യം നമുക്ക് ആ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിജ്ഞ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെന്തായാലും ആ പ്രതിജ്ഞയൊക്കെ എന്തായാലും കേൾക്കണം. നമ്മൾ കേൾക്കുന്നവരൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. തരുന്നത് അതുപോലെ നമ്മൾ ഏറ്റുചൊല്ലിയാൽ മതി. കൈകൾ മുന്നോട്ട് നീട്ടുന്നത് നല്ലതാണ്, പ്രയാസമുണ്ടെങ്കിൽ താഴ്ത്തിയിടാവുന്നതാണ്, നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക്
ഞാൻ കൂട്ടുനിൽക്കില്ല. എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല. ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മൾ നമസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ നമ്മൾ മുസല്ലയൊക്കെ മടക്കി കവറിലിട്ടു, സോക്സ് കഴിച്ചിട്ടു. മക്കളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ പുറത്താണ് കേട്ടോ, അതായത് നമ്മുടെ ഷീറ്റ് വിരിച്ചതിൻ്റെയൊക്കെ താഴെയാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇടണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, എന്നിട്ട് പോകണം. നമ്മുടെ മുസല്ല തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കവർ നിറച്ച്. അതായത് നമ്മൾ 4 ആളില്ലേ, അപ്പോൾ 4 ആൾക്കും 4 മുസല്ല വീതം ഒരു കവർ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു ഈദ്ഗാഹിലേക്ക് വന്നത് ഒരിക്കലും മറക്കൂല കേട്ടോ. കാരണം അത്രത്തോളം സന്തോഷമായിരുന്നു. ഇത്രയും വലിയൊരു ഈദ്ഗാഹിൽ പങ്കെടുക്കാനും അതിനൊക്കെ കഴിഞ്ഞതിൽ വലിയൊരു പടച്ചോനെ സ്തുതിക്കുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈദ്ഗാഹിന് കൂടുതലുണ്ട്, പക്ഷേ നമ്മുടെ മഹല്ലിൽ ഇത്രത്തോളം ആളുകളൊന്നും ഇല്ല. ചെറിയ മഹല്ലായതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കമ്മിയാണ്. പിന്നെ അതാ സൂര്യനൊക്കെ ഉദിച്ചിങ്ങോട്ട് പൊങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. അതും ഫുള്ള് പുല്ല് വിരിച്ച ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകളുടെ കൂടെയൊക്കെ നമസ്കരിക്കാനൊക്കെ പറ്റിയ വലിയൊരു ഭാഗ്യം തന്നെ കരുതുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറേ ഫ്രണ്ട്സുകളെയും ഫാമിലി മെമ്പേഴ്സിനും കുറേ ആളുകളെ കണ്ടു. നമ്മുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും പെരുന്നാളിൻ്റെ സന്ദേശം അവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റിട്ടോ. അതൊക്കെ വലിയൊരു ഭാഗ്യമായി കാണുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നമ്മളെ ഫ്രണ്ട്സുകളെ കണ്ട് അവരുടെ കൂടെ എടുത്തു, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. പിന്നെ വീട്ടിൽ ആർക്കും അറിയില്ല നമ്മൾ ഈ ഒരു ഈദ്ഗാഹിലാണെന്നുള്ളത്. അവരിപ്പോൾ അവിടെ നമസ്കാരം കഴിഞ്ഞ് നമ്മളെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അൽഹംദുലില്ലാ, എന്തോ ഭയങ്കര സന്തോഷം തോന്നിട്ടോ ഈ ഒരു ഈദ്ഗാഹിൽ പങ്കെടുത്തതിനും നമസ്കാരത്തിൽ വന്നതിനൊക്കെ. പിന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് ആളുകളൊക്കെ ഒരു വക ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ അപ്പോഴേക്കും റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകളുണ്ടായ അങ്ങനെയാണല്ലോ അല്ലേ, സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവഴി ഇതാ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ഇറങ്ങണ്ട, തിരക്ക് ഒഴിഞ്ഞൊരു സാവകാശം ഇറങ്ങി പോന്നാൽ മതി. കാരണം സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മെയിൻ റോഡിലേക്കാണ് കേട്ടോ. അപ്പം മക്കളെയും കൊണ്ട് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൻ റോഡും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സാവകാശം ഇറങ്ങി പോന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം തിരക്ക് കഴിഞ്ഞ ശേഷം നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിങ്ങിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുവഴി പുറത്ത് ചാടണം നമുക്ക്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. ക്രോസ് ചെയ്തിട്ട് നമ്മളെ വണ്ടി കയറാൻ നിൽക്കുന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മളോട് ആ ഭാഗത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈദ്ഗാഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ. പിന്നെ വീട്ടിലെത്തിയ ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ ഈദ്ഗാഹ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഈദ്ഗാഹ് എങ്ങനെയായിരുന്നു എന്നുള്ള കമൻറ്റിലൂടെ അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ അറിയിക്കണേ. ഓക്കെ, ബൈ ബൈ.